ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ജി റാംജി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും രൂപവും മാറുന്ന പുതിയ ബില്ലിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പുതിയ ബില്ലിൽ മഹാത്മാഗാന്ധിയുടെ പേരില്ല. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. തൊഴിൽ ദിനങ്ങൾ കൂട്ടുമെന്ന് ബില്ലിൽ പറയുന്നുണ്ടെങ്കിലും പദ്ധതിയുടെ വിഹിതത്തിൽ 40% സംസ്ഥാനം വഹിക്കണം എന്നാണ് ചട്ടം. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ MPയുടെ പ്രതികരണം കേൾക്കാം. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ബില്ലിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ തൊഴിലുറപ്പ് റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ തൊഴിലെടുക്കാനുള്ള അവകാശം ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ നൽകുമെന്നുള്ള ഗ്യാരണ്ടി ഉറപ്പ് ഈ നിയമനിർമ്മാണത്തിൽ പൂർണ്ണമായും അപ്രസക്തമാകുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, ഇതിൽ ഈ പേരുമാറ്റം എന്നുള്ളത് വലിയ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് അംഗങ്ങൾക്ക് നൽകിയ ഒരു കരട് ബില്ലുമായി അതിൽ പരിശോധിക്കുമ്പോൾ അതിൽ ബാപ്പു എന്ന പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ആ പേര് പോലും ഇല്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ വലിയ പ്രതിഷേധമുണ്ട്. കൂടാതെ ചില ചട്ടങ്ങളിൽ, പ്രധാനപ്പെട്ട ചില ചട്ടങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വരികയാണ്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ 100 ദിവസം തൊഴിൽ എന്നതുൾപ്പെടെ. മറ്റൊന്ന്, പിണറായി വിജയന്റെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിൽ സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടെന്ന വിഹിതം, ആ വർധന, ഇങ്ങനെ പല കാര്യങ്ങളിൽ അടിമുടി വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. ഇന്ന് ബില്ല് അവതരിപ്പിക്കുകയാണോ? അനുജ, ഈ ബില്ലിന്റെ പേരുമാറ്റം മാത്രമല്ല, ഘടനാപരമായ മാറ്റവും ഉണ്ട്. അത് അതീവ ഗുരുതരമായ മാറ്റങ്ങൾ ഈ ബില്ലിൽ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്ത് 13 കോടിയിലേറെ ജനങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്ന ഒരു ബില്ലിലാണ്, അല്ലെങ്കിൽ ഒരു തൊഴിൽ അവകാശ നിയമത്തിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. അതും മുന്നറിയിപ്പില്ലാതെ വളരെ പെട്ടെന്ന് അംഗങ്ങൾക്ക് അത് പരിശോധിക്കാൻ പോലും സമയം അനുവദിക്കാതെയാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രസക്തം എന്നുള്ളത്, ബില്ലിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ജി റാംജി എന്ന പേരിലാണ് ഈ ബില്ല് ചുരുക്കരൂപത്തിൽ ആ ബില്ലിന്റെ പേരുണ്ടാകുക. ഇത് വിവാദമായിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ബില്ലിൽ ഘടനാപരമായ പ്രശ്നങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും 2005-ൽ ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ അത് ഒരു തൊഴിൽ അവകാശമാക്കുന്ന ഒരു നിയമമായാണ് കൊണ്ടുവന്നത്. എന്നാൽ പുതിയ ബില്ലിലൂടെ ഒരു കേന്ദ്ര പദ്ധതിയായി ഈ ഒരു അവകാശത്തെ മാറ്റുകയാണ്. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിക്കുന്നു. അതുമാത്രമാണ് ഇതിൽ പോസിറ്റീവായി, അല്ലെങ്കിൽ ജനങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ആകർഷണമായി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്നാൽ അതിൽ തന്നെ കേന്ദ്രം നൽകിയിരുന്ന മുഴുവൻ ഫണ്ടിന് പകരമായി 40% സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ വിഭാവന ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തൊഴിലാളികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ പുതിയ നിയമത്തിൽ പ്രശ്നമായി പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ സത്തയെ തന്നെ തകർക്കുന്ന തരത്തിലാണ് പുതിയ ഭേദഗതി എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തൊഴിലാളികളെ ഗുരുതരമായി തന്നെ ബാധിക്കും. അവകാശമായിരുന്ന ഈ നിയമം അത് മാറ്റിക്കൊണ്ടൊരു കേന്ദ്ര പദ്ധതിയാകുന്നു. ഒപ്പം സംസ്ഥാനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. കൂടാതെയാണ് ഈ പേര് മാറ്റം. മഹാത്മാഗാന്ധിയുടെ പേര്, രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റിക്കൊണ്ട് ഈ ഒരു മതേതരമല്ലാത്ത ഒരു പേര് ഈ ബില്ലിന് നൽകിയിരിക്കുന്നു എന്നുള്ളതും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം. പ്രത്യേകിച്ചും ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിട്ടതുകൊണ്ട് കാര്യമില്ല എന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിന് ഇരു സഭകളിലും ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അത് പാസാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരണത്തെ പോലും അനുവദിക്കില്ല, ആ ബില്ല് അവതരണം പാടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കിയത്. സമാനമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ബഹുഭൂരിഭാഗവും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം പ്രതിപക്ഷാംഗങ്ങളും ശക്തമായ നിലപാട് ഈ ബില്ലിനെതിരെ എടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് കേന്ദ്ര കൃഷി മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാനാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ഇന്നലെ ഈ ബില്ല് അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരുന്നു, അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ ഈ ബില്ല് ഒഴികെയുള്ള മറ്റ് 4 ബില്ലുകൾ അവതരിപ്പിക്കുകയും ഈ ബില്ല് മാറ്റിവെക്കുകയുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.